ഒരു ടാങ്കിൽ 425 ലിറ്റർ വെള്ളമുണ്ട്. ഇതിൽ നിന്നും 8% ഒഴുകിപ്പോയെങ്കിൽ ബാക്കിയുള്ള വെള്ളത്തിന്റെ അളവ്. അപ്പം 425 ലിറ്റർ വെള്ളമുള്ള ടാങ്കിൽ നിന്നും 8% ഒഴുകിപ്പോയെന്നല്ലേ. അപ്പൊ ആദ്യം നമുക്ക് 425ന്റെ 8% കണ്ടുപിടിക്കാം. 425ന്റെ 8% ആണോ? 8% കാണാൻ 425 ഇൻറ്റു 8/100 ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ 1%ന്റെ 8 ഇരട്ടി എടുത്താലും മതി കേട്ടോ. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. 50 വെച്ച് വേണമെങ്കിൽ 25 വെച്ച് വെട്ടിക്കളയാം 4 തവണ. 25 വെച്ച് വെട്ടുമ്പോൾ 16 1 17 തവണ. ഇതും വെട്ടിക്കളയാം 2 തവണ. ഉത്തരം 34 ലിറ്റർ എന്ന് കിട്ടും. അപ്പൊ 425ന്റെ 8% 34 ലിറ്ററാണ്. അപ്പൊ 8% വെള്ളം ഒഴുകിപ്പോയെന്ന് പറഞ്ഞാൽ 34 ലിറ്റർ വെള്ളം ഒഴുകിപ്പോയെന്ന അർത്ഥം ആണോ? ബാക്കി എത്രയുണ്ടെന്ന് അറിയാൻ 425ൽ നിന്നും 34 അങ്ങ് കുറച്ചാൽ പോരെ മക്കളെ. നമുക്ക് 391 ലിറ്റർ എന്ന് കിട്ടും. ആണോ? ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇതൊരു മെത്തേഡ് അല്ലെ. 425 ലിറ്റർ വെള്ളമുള്ള ടാങ്കിൽ നിന്ന് 8% ഒഴുകിപ്പോയി. അപ്പൊ ഒഴുകിപ്പോയത് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അതിനുവേണ്ടി 425ന്റെ 8% കണ്ടു. ഓക്കെ, അപ്പൊ എനിക്ക് 34 ലിറ്റർ ഒഴുകിപ്പോയെന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 425 34 കുറച്ചാൽ ബാക്കി 391 ലിറ്റർ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പൊ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇത്. ഇനി വേറെ എങ്ങനെയൊക്കെ ചെയ്യാം ഈ കണക്ക്? വേറെ നമുക്ക് ചെയ്യുന്ന മാർഗം, 425 ലിറ്റർ വെള്ളത്തിൽ നിന്നല്ലേ 8% ഒഴുകിപ്പോയത്. 8% വെള്ളം ഒഴുകിപ്പോയാൽ 425ന്റെ 92% അവിടെ ബാക്കി കിടപ്പുണ്ട്. 425 ലിറ്ററിൽ നിന്നും 8% ഒഴുകിപ്പോയി. മക്കളെ 8% ഒഴുകിപ്പോയെങ്കിൽ ബാക്കി 92% അവിടെ ഉണ്ട്. ആണോ? അപ്പൊ 425ന്റെ 92% എത്രയാണെന്ന് ഡയറക്റ്റ് കണ്ടുപിടിച്ചാൽ മതി. ആണോ? 425 ഇൻറ്റു 92 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ നമുക്ക് എത്ര വെള്ളം അവിടെ ഉണ്ടെന്ന് കിട്ടും. 8% പോയെങ്കിൽ ബാക്കി 92% അവിടെ ഉണ്ട്. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ മതി. ഇത് നമുക്ക് 25 വെച്ച് വെട്ടിയാൽ എത്ര തവണ? 4 തവണ. ഇത് 25 വെച്ച് വെട്ടിയാൽ 17 തവണ. ആണോ? 4ഉം 92ഉം വെട്ടാം. ഇത് 2 തവണ. 12ൽ 3 തവണ. 17 ഇൻറ്റു 23 391 ലിറ്റർ എന്ന് ഡയറക്റ്റ് ഉത്തരം കിട്ടും അല്ലേ. 425 ലിറ്റർ വെള്ളത്തിൽ നിന്നും 8% വെള്ളം ഒഴുകിപ്പോയാൽ ബാക്കി 92% വെള്ളമുണ്ട്. അപ്പൊ 425ന്റെ 92% എത്രയാണെന്ന് ഡയറക്റ്റ് കണ്ടുപിടിച്ചു.